അന്തർ സംസ്ഥാന പാതയായ ഇരിട്ടി മാക്കൂട്ടം ചുരം റോഡിൽ യാത്രാ ദുരിതം രൂക്ഷമാകുന്നു. പൊട്ടിപ്പൊളിഞ്ഞ പാതയിൽ മഴ പെയ്തതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. ചുരത്തിൽ സൂചനാ ബോർഡുകൾ കൃത്യമായി ഇല്ലാത്തതുകൊണ്ട് അപകടങ്ങളും പതിവാകുന്നു. ദുരിതം നേരിട്ടറിയാൻ രാത്രിയിൽ പാതയിലൂടെ കടന്നുപോകുന്ന ചരക്ക് ലോറിയിൽ ഒരു യാത്ര ചെയ്താലോ? വിവരം അറിയും, കണ്ടോളൂ. നമ്മളെ ലോറി യാത്ര തുടങ്ങി. മാക്കൂട്ടം ചുരം പാതയിലൂടെയുള്ള ലോറി യാത്ര. ഞാൻ ഇപ്പോൾ ഷൈജുവാട്ടൻ്റെ ലോറിയിലാണുള്ളത്. ഷൈജുവാട്ടൻ ഇരിട്ടി പുന്നാട് സ്വദേശിയാണ്. ഹാസനിൽ നിന്ന്, കർണാടകയിലെ ഹാസനിൽ നിന്ന് ലോഡെടുത്ത് ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ചേട്ടാ, ഈ രാത്രികാലങ്ങളിൽ ഈ പാതയിലൂടെയുള്ള യാത്ര എത്രത്തോളം ദുരിതമാണ്? നിങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരല്ലേ? ബുദ്ധിമുട്ടല്ലാന്ന്, മഴക്കാലം പ്രത്യേകിച്ചിട്ട്. റോഡിന് വീതിയില്ല, വണ്ടികൾ കൂടുതൽ, പിന്നെ റോഡ് മൊത്തം പൊളിഞ്ഞു കിടക്കുക. 150 ബസ്സുകളിനെ ഓടുന്നുണ്ട്, ടൂറിസ്റ്റ് ഉണ്ട്. സെൻട്രൽ ഭാഗം കുറച്ച് നന്നാക്കിയിട്ടുണ്ട്. ബാക്കി ചുരം കയറുന്നിടയ്ക്ക് കൂട്ടുകാരി മുതൽ മാക്കൂട്ടം വരെ പോക്കാന്ന് ബുദ്ധിമുട്ട് തന്നെ. കാഴ്ച വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരും, പിന്നെ കുറേ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. റോഡില്ലല്ലോ. കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നല്ലേ ഈ പാത? കേരളക്കാർക്കല്ലേ കൂടുതൽ ആവശ്യം. എല്ലാ വണ്ടിക്കാരും വരുന്നു, പക്ഷേ നമ്മളെ സംസ്ഥാനത്തേക്കല്ലേ സാധനങ്ങൾ ആവശ്യം വരുന്നത്. മെയിനായിട്ടുള്ള വഴി ഇതല്ലേ. ബാംഗ്ലൂരിൽ നിന്നുള്ള നിരവധി ബസ്സുകളുണ്ട് ഇങ്ങോട്ട് സ്ഥിരം രാത്രി സമയങ്ങളിൽ ഓടുന്നത്. എല്ലാവർക്കും ഇതൊരു വലിയ ദുരിതമാണ്. രാത്രി ഇപ്പം ഉറങ്ങിയെല്ലാം വരുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? പല അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ മരം പൊട്ടി കൊണ്ട് മണ്ണിരിച്ചിട്ടെല്ലാം ബ്ലോക്കെല്ലാം കിട്ടുന്നില്ല. അപ്പം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ. ചിലപ്പോൾ 2-3 മണിക്കൂറിലും ഈ ചുരത്തുമ്പോൾ തന്നെ ഭക്ഷണം പോലും കിട്ടാണ്ട് കിടക്കലുണ്ട്. പുറത്തുനിന്ന് വരുന്ന സ്റ്റേറ്റ് വരുന്ന വണ്ടിക്കാരാണ് അവിടുത്തെ പെടുന്നത് കൂടുതൽ. എന്നാൽ സൈൻ ബോർഡില്ല, അവരറിയില്ല ഇതെന്താ കാട്ട് സെക്ഷനാണോ എന്നറിയില്ല. ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ രാത്രി സൂക്ഷിക്കണം, അങ്ങനെയല്ലേ? ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒറ്റപ്പെട്ട് പോയി പണിയായി. മരം പൊട്ടി വീണാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത് അതിൻ്റെ സൗകര്യം ഇല്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരു കാറ്റുണ്ടായിട്ട് കുറേ മരം പൊട്ടി വീണാൽ മതി. കിലോമീറ്റർ നീളുന്ന മാക്കൂട്ടം ചുരം പാതയിലെ യാത്ര ദുരിതവും ഭീതിയും നിറഞ്ഞതാണ്. ഏതു സമയവും അപകടം പതിയിരിക്കുന്നു. കർണാടക സർക്കാരിന്റെ കീഴിലാണെങ്കിലും ഭൂരിഭാഗം മലയാളികൾ ആശ്രയിക്കുന്ന ഈ പാതയിലെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ കേരള സർക്കാരിന്റെ കൂടി സമ്മർദ്ദം വേണ്ടതുണ്ട്. മാക്കൂട്ടം ചുരത്തിൽ നിന്നും മിഥുൻ ചാത്തോത്തിനും ലിജീഷ് മാത്യുവിനുമൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.